വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ ഈ പ്രഭാതത്തിലെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് വിലങ്ങാട് ടൗണിൽ വെള്ളം കയറി 6 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വിലങ്ങാട് ടൗണിലെ പാലം വീണ്ടും വെള്ളത്തിനടിയിലായി. ഇന്നലെ രാത്രി ആരംഭിച്ച മഴ പുലർച്ചെ വരെ നീണ്ടു. മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. മിഥില, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് വലിയ ആശങ്കയിലാണ് അവരെല്ലാവരും തന്നെ. അന്ന് തന്നെ അവർ പറഞ്ഞിരുന്നതാണ് ഇനിയൊരു മഴ പെയ്താൽ ഞങ്ങൾക്ക് ഭയമാണെന്ന്. ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയിൽ എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു? ഇതാ ഏറ്റവും പുതിയ വിവരമെന്നത് ഈ മേഖലയിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്, മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പുഴയിലെ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലൊരു 3 മണിയോടെ കൂടിയാണ് ഇത്തരത്തിൽ അതിശക്തമായ മഴ ഈ വിലങ്ങാട് മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ 4 ആഴ്ച മുൻപാണ് ഇവിടെ ഉരുൾപൊട്ടലുണ്ടായി 14ഓളം വീടുകൾ പൂർണ്ണമായും നാമാവശേഷമായി ഒലിച്ചുപോയത്. 112ഓളം വീടുകൾ ഒട്ടും താമസ യോഗ്യമല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത്തരമൊരു ആശങ്കയിൽ കഴിയുന്ന ആളുകളാണ് ഈ വിലങ്ങാട് ഈ പ്രദേശത്തുള്ള മഞ്ഞക്കുന്ന് മേഖലയിൽ ഉൾപ്പെടെ മഞ്ഞച്ചേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ. അവിടെയാണ് ഇപ്പോൾ അതിശക്തമായ മഴ രാവിലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും ആശങ്കയ്ക്ക് ഒട്ടും മാറ്റമില്ല. 6 കുടുംബങ്ങളിൽ നിന്നായി 30ഓളം പേരെയാണ് നിലവിൽ ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. വിലങ്ങാട് പാരിഷ് ഹാൾ, മഞ്ഞക്കുന്ന് പാരിഷ് ഹാൾ എന്നിവിടങ്ങളിലേക്കാണ് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല വിലങ്ങാട് ടൗൺ പാലം വീണ്ടും മുങ്ങിയിട്ടുണ്ട്. പുഴയിലെ ജലനിരപ്പ് അതിശക്തമായി ഉയർന്ന സാഹചര്യത്തിലാണിത്. ടൗണിൽ വെള്ളം കയറിയിട്ടുണ്ട്. അന്ന് നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ 16ഓളം പാലങ്ങൾ നശിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഒഴുകിപ്പോയിട്ടുണ്ടായിരുന്നു. അത്തരം വലിയൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യം പോയിട്ടില്ലെങ്കിൽ പോലും അവിടെയുള്ള ആളുകൾ ആശങ്കയിലാണ്. അന്ന് ആ പ്രദേശത്ത് നമ്മൾ പോയ സമയത്തെല്ലാം അവിടെയുള്ള ആളുകൾ പറഞ്ഞൊരു കാര്യം ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഒരു ചെറിയൊരു മഴ പോലും ഞങ്ങളെ ഇവിടെ താമസിക്കുന്നതിന് പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മഴ വന്ന സമയത്ത് തന്നെ ഈ മഞ്ഞച്ചേരി പ്രദേശത്തെ 6 കുടുംബങ്ങളിൽ നിന്നായി 30ഓളം പേരെ വേഗം തന്നെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു നടപടി ഉണ്ടായത്. മഞ്ഞക്കുന്ന് പാരിഷ് ഹാളിലും വിലങ്ങാട് സെന്റ് ജോർജ് സ്കൂളിലേക്കുമാണ് ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ ഇവിടുത്തെ ഒരു ദുരിത വാർത്ത നൽകിയതാണ്. കാരണം കൃഷി നശിച്ചവർക്ക് അവരുടെ നഷ്ടപരിഹാരം ഒന്നും ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന ഒരു ആവശ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അക്കാര്യത്തിലും ഇതുവരെ തീരുമാനമൊന്നുമായിട്ടില്ല. അത്തരം ഒരു ആശങ്കയിൽ കിടപ്പാടം ഉൾപ്പെടെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആളുകളാണ്. അവിടെയാണ് ഇപ്പോൾ വീണ്ടും അതിശക്തമായ മഴ പെയ്ത് ആളുകളെ മാറ്റിയിട്ടുള്ളത്. എന്തുതന്നെയായാലും മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പ്രദേശത്തുള്ള ആളുകളുടെ ആശങ്കയ്ക്ക് ശമനമായിട്ടില്ല. സ്മിത, മിഥില പറഞ്ഞതുപോലെ ഇപ്പോൾ മഴ കുറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിശക്തമായ മഴയാണ് ഈ പെയ്യുമ്പോഴെല്ലാം തന്നെ. അത് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കേരളത്തിൽ കാണുന്നതാണ്. പ്രത്യേകിച്ച് കോഴിക്കോട്, വയനാട്, മലപ്പുറം പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ പെയ്താൽ പിന്നെ ഒരു രാത്രി കൊണ്ടൊക്കെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ ടൗണിൽ വെള്ളം ഇത്രയേറെ വന്നിരിക്കുന്നു, പാലം മുങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ കുറച്ച് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചതിലൂടെ ഇവർ സേഫ് ആണെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയുമോ? ഇനിയിപ്പോൾ മഴയുണ്ടാകില്ല എന്നുറപ്പിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് താൻ. ഇത് നിലവിലിപ്പോൾ ഈ ഒരു ആശങ്കയുള്ള പ്രദേശത്ത്, മഴ ശക്തമായ പ്രദേശത്ത് ഈ മഞ്ഞച്ചേരി ഭാഗങ്ങളിലുള്ള ആളുകളെയാണ് ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. 4 ആഴ്ച മുൻപ് ഏറ്റവും കൂടുതൽ നാശം വിതച്ച ഒരു പ്രദേശമായിരുന്നു മഞ്ഞച്ചേരി മേഖല എന്നത്. അവിടെയായിരുന്നു ഒരാൾക്ക് ജീവൻ നഷ്ടമായത്. 14ഓളം വീടുകൾ ഒരുപോലെ ഒഴുകിപ്പോയത് നമ്മൾ ആ പ്രദേശമെല്ലാം കണ്ടതാണ്. ഒരു വീടിന്റെ ഒരു അവശിഷ്ടം പോലും നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത്തരത്തിൽ പൂർണ്ണമായും നാമാവശേഷമായിക്കൊണ്ട് വീടുകളെല്ലാം ഒഴുകിപ്പോയ ഒരു സ്ഥലമായിരുന്നു മഞ്ഞച്ചേരി. അവിടെയാണ് ഇത്തരത്തിൽ ശക്തമായ മഴ എന്ന് പറയുമ്പോൾ ഇത് വനമേഖലയോട് ഏതായാലും ഈ പ്രഭാതത്തിൽ മഴ അല്പം കുറഞ്ഞു നിൽക്കുന്നു, മഴയ്ക്ക് ശമനം ഉണ്ടാകുന്നു എന്നുള്ളത് ഒരല്പം ആശ്വാസം തരുന്നുണ്ട്. വിലങ്ങാട് ടൗണിലെ പാലം വീണ്ടും വെള്ളത്തിനടിയിലായി. ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ വരെ നീണ്ടുനിന്നത്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു. പശ്ചിമബംഗാൾ നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. കേസിൽ ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിന്റെ മൊഴി രേഖപ്പെടുത്തും. അതിക്രമം നേരിട്ട ദിവസം തന്നെ സഹായിച്ചത് ജോഷി ജോസഫാണെന്ന് നടി പോലീസിന് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നുണ്ട്. നടന്മാരായ എം മുകേഷ്, ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെ നടി മിനു മുനീർ ഇന്ന് എറണാകുളം റൂറൽ പോലീസിൽ പരാതി നൽകും. നടൻ ബാബുരാജിനെ ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടൻ ബാബുരാജിനെതിരെ ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുന്നു.
ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരെ വെളിപ്പെടുത്തലുകളുമായി കൂടുതൽ പേർ രംഗത്തു വന്നു. ഓരോ ദിവസവും പരാതിക്കാരുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാരും വിഷയത്തെ ഗൗരവമായി തന്നെ സമീപിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിനു പിന്നാലെ സിനിമാ നയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാക്കി. എന്നാൽ ആരോപണ വിധേയനായ എം മുകേഷ് സിനിമാ നയ രൂപീകരണ കമ്മിറ്റിയിൽ അംഗമായതിൽ വലിയ പ്രതിഷേധമുണ്ട്. മുകേഷിനെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന ആവശ്യം സർക്കാർ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. സിനിമാ കോൺക്ലേവിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടും ആ നീക്കവും സർക്കാർ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതികൾ അന്വേഷിക്കാൻ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. അന്വേഷണ രീതികളും ചുമതലകളും ചർച്ച ചെയ്യുന്നതിനാണ് യോഗം. വിവാദങ്ങൾക്ക് പിന്നാലെ ഇന്നലെയാണ് പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചത്. ഇന്ന് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് അന്വേഷണ സംഘം യോഗം ചേരും. ഇതുവരെ ആരോപണമുന്നയിച്ച മുഴുവൻ പേരെയും സമീപിക്കാനാണ് തീരുമാനം. ആരോപണങ്ങളിൽ ഉറച്ചുനിന്നാൽ മൊഴി പരിശോധിച്ച് കേസെടുത്ത് തുടർ നടപടികളിലേക്ക് കടക്കും. നടൻ ബാബുരാജിനും സംവിധായകരായ ശ്രീകുമാർ മേനോൻ, വി കെ പ്രകാശ് എന്നിവർക്കുമെതിരെ ആരോപണമുന്നയിച്ചവരെ ഇന്നലെ ബന്ധപ്പെട്ടിരുന്നു. ഇവർ മൊഴി നൽകാൻ താൽപര്യമറിയിച്ചിട്ടുണ്ട്. മൊഴിയെടുക്കുന്നത് ടീമിലെ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥയ്ക്ക് കീഴിലും വനിതാ പോലീസ് അടങ്ങുന്ന ടീമുകൾ ഉണ്ടാക്കിയാകും മൊഴി രേഖപ്പെടുത്തൽ. സംവിധായകൻ രഞ്ജിത്തിനെതിരെ പശ്ചിമബംഗാൾ നടി നൽകിയ പരാതിയിൽ കൊച്ചി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസും പ്രത്യേക സംഘമാകും അന്വേഷിക്കുക. ADGP H വെങ്കിടേഷ് മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണ സംഘത്തിൽ S അജിത ബീഗം, മെറിൻ ജോസഫ്, G പൂങ്കുഴലി, ഐശ്വര്യ ഡോങ്റെ, അജിത് V, S മധുസൂദനൻ എന്നിവരാണുള്ളത്. 24 തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ താരങ്ങൾക്കെതിരെ വരുന്ന ലൈംഗിക ആരോപണങ്ങളിൽ വലഞ്ഞ് അഭിനേതാക്കളുടെ സംഘടനയ്ക്കെതിരായ നടൻ പൃഥ്വിരാജിന്റെ നിലപാടും തിരിച്ചടിയായി. ഇന്ന് ചേരാനിരുന്ന നിർണായക എക്സിക്യൂട്ടീവ് അനിശ്ചിതമായി മാറ്റിവെച്ചതും സംഘടനയിലെ ഭിന്നത രൂക്ഷമാക്കി. മോഹൻലാലിനെ ഓൺലൈനായി പങ്കെടുപ്പിച്ച് യോഗം ചേരണം എന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ കൂടുതൽ പേർക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് സംഘടന നീങ്ങുന്നത്. മുതിർന്ന അംഗങ്ങൾ സംഘടനാ നേതൃത്വവുമായി ഇന്ന് ചർച്ച നടത്തും. ഇനി മറ്റ് പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. വയനാട്, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത മേഖലകളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ളവർക്ക് സഹായം ആവശ്യപ്പെട്ട് നിവേദനം നൽകും. രാവിലെ 9:45 ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. 2000 കോടി രൂപയുടെ സഹായമാണ് കേരളം ആവശ്യപ്പെടുക. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്ന സ്കൂളുകൾ 28 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് തുറക്കുകയാണ്. കാണാതായവർക്കുള്ള തിരച്ചിൽ സൂചിപ്പാറ മേഖലയിൽ ഇന്നുണ്ടാകും. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് മുണ്ടക്കൈയിൽ നിന്ന് വിവരങ്ങളുമായി. വിപിൻ, തിരച്ചിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇന്നും തിരച്ചിലുണ്ടാകും. അതൊന്ന്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഈ കുഞ്ഞുങ്ങളെല്ലാം വീണ്ടും സ്കൂളുകളിലേക്ക് എത്തുകയാണ്. അതിനുള്ള ഏതെല്ലാം രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്? അതെ, ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം സ്മിത, 100 കണക്കിന് കുടുംബങ്ങളാണ് സ്കൂളുകളിലെ ക്യാമ്പുകളിൽ കഴിച്ചിരുന്നത്. ഈ താൽക്കാലിക പുനരധിവാസം പൂർത്തിയായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. പ്രധാനമായും മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇന്ന് തുറക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുള്ളത്. പക്ഷേ ഈ ദുരന്ത ബാധിത മേഖലയിലെ കുട്ടികൾ ഇന്ന് സ്കൂളിലേക്ക് വരുന്നില്ല. അവർ സെപ്റ്റംബർ 2-നായിരിക്കും സ്കൂളിലേക്ക് എത്തുക. അവരെ കൊണ്ടുവരാൻ പ്രത്യേക KSRTC സർവീസുകൾ നടത്തും. അന്ന് സ്കൂളിൽ പ്രവേശനോത്സവം നടക്കും. അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും അന്ന് പ്രവേശനോത്സവം നടക്കുക. ഇന്ന് സ്കൂൾ സാധാരണഗതിയിലേക്ക് മാറുന്നു എന്നുള്ളത് ഒരു ആശ്വാസമുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ഈ തിരച്ചിലിന്റെ കാര്യത്തിൽ ആ പ്രദേശത്ത്, അതായത് സൂചിപ്പാറ മുതൽ ആനടിക്കാപ്പ് വരെയുള്ള ഒരു പ്രദേശത്താണ് തിരച്ചിൽ നടത്തേണ്ടത്. അവിടെ കോടമഞ്ഞും ആനശല്യവും ഉള്ളതുകൊണ്ട് ഇന്നലെ തിരച്ചിൽ നടത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് വീണ്ടും തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് രാവിലെ മുതൽ തന്നെ. അപ്പൊ ഈ ബന്ധുക്കൾ ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തണമെന്നൊരു ആവശ്യം ചീഫ് സെക്രട്ടറിയുമായുള്ള കൂടിയാലോചനയിൽ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. സ്മിത, ശരി. പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്ന സ്കൂളുകൾ ഇന്ന് തുറക്കുകയാണ്. പക്ഷേ കുട്ടികൾ സെപ്റ്റംബർ 2-നാകും സ്കൂളിലേക്ക് എത്തുക. വിപിൻ സി വിജയനാണ് മുണ്ടക്കൈയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് ടി സിദ്ദിഖ് MLA കൈത്താങ്ങ് MLA കെയർ പദ്ധതിയിലൂടെ 50 കുടുംബങ്ങൾക്ക് കൂടി വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നൽകി. വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ക്യാമ്പുകളിൽ നിന്ന് താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറിയവർക്ക് MLA കെയർ പദ്ധതിയിലൂടെ വലിയ സഹായം.
50 കുടുംബങ്ങൾക്ക് കൂടി വീട്ടിലേക്ക് ആവശ്യമായ കട്ടിലും അലമാരയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നൽകി. ടിവിയും ഫ്രിഡ്ജുമടക്കം ഇതിൽപ്പെടുന്നു. മുഴുവൻ ദുരന്തത്തിന് വിധേയരായിട്ടുള്ള ആളുകളാണ്. നമുക്ക് ഇവിടെ അറിയുന്ന ആളുകളാണ് ഇവരെല്ലാം തന്നെ. ഇവർക്ക് ചില ആളുകൾക്ക് ചില സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ചില ആളുകൾക്ക് തീരെ കിട്ടാത്തതുണ്ട്, ആ മുഴുവൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിൽ നമ്മുടെ ഒരു പ്രാഥമിക സർവേ നമ്മൾ നടത്തിയിരുന്നു. അതനുസരിച്ചുള്ളതായിരിക്കുന്ന ഓരോ സ്റ്റെപ്പ് എടുത്ത് പൂർത്തീകരിക്കുകയാണ്. ഒറ്റ രാത്രിയിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലിക കെട്ടിടത്തിലാണെങ്കിലും ആശ്വാസം. ക്യാമ്പിലായിരുന്നു. ഒരു വാടക വീട് കിട്ടി. ഞങ്ങൾ ആ വാടക വീട്ടിലാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്നാ ഒരു വീടാകുക ഞങ്ങൾക്ക് അറിയില്ല. സാധനങ്ങൾ കിട്ടിയതും വളരെ ഉപകാരമാണ് ഞങ്ങൾക്ക്. ഈ സാധനം തരുന്നത് സർക്കാരിൻ്റെ കുറച്ച് സാധനങ്ങൾ കിട്ടി. അപ്പോൾ സാധനം മാത്രം പോരല്ലോ നമുക്ക്. നേരത്തെ 30 കുടുംബങ്ങൾക്ക് വീട്ടുപകരണങ്ങൾ കൈമാറിയിരുന്നു. കൂടുതൽ കുടുംബങ്ങളിലേക്ക് സഹായം എത്തിക്കുകയാണ് ലക്ഷ്യം. ടീം 24 വയനാട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ച സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഇന്ന്. പ്രതിഷേധത്തെ തുടർന്ന് കൊൽക്കത്തയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. സെക്രട്ടേറിയറ്റ് കെട്ടിടമായ നബന്നയ്ക്ക് ചുറ്റും റോഡിൽ പോലീസ് ബാരിക്കേഡുകൾ നിരത്തി. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ സ്റ്റുഡന്റ് സൊസൈറ്റിയും ഷാംഗ്രി സമർത്ഥക് മഞ്ചും ആഹ്വാനം ചെയ്ത പ്രതിഷേധത്തിന് മറ്റു നിരവധി സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചു. കൊൽക്കത്ത സംഭവത്തിൽ ജയ്പാൽഗുഡിയിലെ കലാകാരന്മാർ ചിത്രങ്ങൾ വരച്ച് പ്രതിഷേധിച്ചു. ആർജിക്കർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ പേര് FIR-ൽ CBI ഉൾപ്പെടുത്തി. സന്ദീപ് ഘോഷിനെ കഴിഞ്ഞ ദിവസവും CBI ചോദ്യം ചെയ്തിരുന്നു. പ്രഭാത വാർത്തയിലേക്ക് വീണ്ടും ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. പത്തനംതിട്ട റാന്നിയിലെ പച്ചക്കറി വ്യാപാരിയെ രണ്ടംഗ സംഘം വെട്ടിക്കൊന്ന സംഭവം ക്യാരറ്റിന്റെ വിലയെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നെന്ന് FIR. ക്യാരറ്റിന് വില കൂടുതലാണെന്നും എടുത്തു കഴിക്കരുതെന്നും മഹാലക്ഷ്മി പറഞ്ഞു. അതാണ് പ്രകോപനത്തിനിടയാക്കിയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തെല്ലാമാണ് FIR-ൽ പറഞ്ഞിട്ടുള്ളത്? സ്മിത, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരമൊരു അരുങ്കൊല നടന്നത്. നമ്മളിപ്പോൾ ആ കടയിലാണുള്ളത്. റാന്നി മർത്തോമ ആശുപത്രിക്ക് സമീപം പേട്ട ജംഗ്ഷൻ, അവിടെയാണ് ആ കട ഉള്ളത്. ഈ ക്യാരറ്റിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ്. ക്യാരറ്റിന്റെ വില കൂടുതലാണ്, അതുകൊണ്ട് ഇത് എടുത്തു കഴിക്കരുത് എന്ന് ഇവിടെ എത്തിയ രണ്ടുപേര്, പ്രദീപ് എന്ന ഇടത്തൻ, അതുപോലെ കൊച്ചുമോൻ, രണ്ടുപേരാണ് ഈ കേസിലെ പ്രതികളായിട്ടുള്ളത്. സ്വാഭാവികമായി മഹാലക്ഷ്മി കടയിലെ ജീവനക്കാരിയാണ്. അവർ പറഞ്ഞു ക്യാരറ്റ് എടുത്ത് കഴിക്കരുത്, വില കൂടുതലാണെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഒരു തർക്കം ആ മേഖലയിൽ നടന്നു. അതിനുശേഷം മടങ്ങി പോയി രണ്ടുപേരും വടിവാളുമായി എത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വടിവാളുമായി എത്തി മഹാലക്ഷ്മിയെ ആക്രമിക്കാനാണ് മുതിർന്നത്. അത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഇവിടുത്തെ വ്യാപാരി, കടയുടമ കൂടിയായ അനിലിന് വെട്ടേൽക്കുന്നത്. അപ്പോൾ തന്നെ അനിൽ തൽക്ഷണം മരിച്ചു വീഴുകയായിരുന്നു. അതിനുശേഷം ഉടൻ തന്നെ ഈ സംഘം ഇവിടെ നിന്ന് വിട്ടുപോയി എന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷേ ഉടൻ തന്നെ ഈ രണ്ടുപേരെയും, കൊച്ചുമോനെയും പ്രദീപിനെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത ഈ മേഖലയിൽ വെച്ചാണ് ആ കൊലപാതകം നടന്നിട്ടുള്ളത്. മഹാലക്ഷ്മിക്ക് ഗുരുതരമായി പരിക്കുണ്ട്. അവർ തമിഴ്നാട് സ്വദേശിയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇവരുടെ ഭർത്താവിനും, ഈ തടയാൻ ചെന്ന മഹാലക്ഷ്മിയുടെ ഭർത്താവിനും പരിക്ക് ഏറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ്. പക്ഷേ പ്രതികളെ മണിക്കൂറുകൾക്കകം തന്നെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. റാന്നി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ പ്രതികളുള്ളത്. രാവിലെ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന തെളിവെടുപ്പടക്കമുള്ള മറ്റു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും അരുങ്കൊലയാണ്. ക്യാരറ്റിന്റെ വിലയെ ചൊല്ലി അല്ലെങ്കിൽ ക്യാരറ്റ് എടുത്ത് പച്ചക്കറി വ്യാപാരിയെ വെട്ടിക്കുന്നതിൽ FIR-ലെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. JMM-ന്റെ അനുനയ നീക്കങ്ങൾ പാളി. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന JMM നേതാവുമായ ചമ്പൈ സോറൻ വെള്ളിയാഴ്ച BJP-യിൽ ചേരും. ചമ്പൈ സോറൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അനുനയ നീക്കങ്ങൾക്ക് സമീപിച്ചവരോട് ഇനി JMM-ലേക്ക് മടക്കമില്ലെന്ന് ചമ്പൈ സോറൻ അറിയിക്കുകയും ചെയ്തു. തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്ന് വീട് വിട്ടുപോയ അസം സ്വദേശിയായ 13 വയസ്സുകാരി CWC സംരക്ഷണയിൽ തുടരുന്നു. ഇന്നലെ കുട്ടിയുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി കൗൺസിലിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 10 ദിവസത്തോളം CWC കുട്ടിക്ക് കൗൺസിലിംഗ് നൽകും. മാതാപിതാക്കൾക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്ന് കുട്ടി CWC അംഗങ്ങളെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിലിംഗ് കഴിഞ്ഞാൽ കുട്ടിയെ CWC ഏറ്റെടുക്കും. കുട്ടിയുടെ 2 സഹോദരിമാരെയും ഏറ്റെടുക്കാൻ CWC തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് മാതാപിതാക്കളും സമ്മതം അറിയിച്ചു. വീട്ടിൽ പോകുന്നില്ല എന്ന് കുട്ടി പറയുന്നതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കും. ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ ശിശുക്ഷേമ സമിതിയുടെ ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് 3 ആൺകുട്ടികളെ കാണാതായി. ഇന്നലെ വൈകിട്ടാണ് കുട്ടികളെ കാണാതായത്. കഞ്ഞിക്കുഴിയിലെ ഹോപ്പ് എന്ന ചിൽഡ്രൻസ് ഹോമിലെ അഭിമന്യു KS, അപ്പു A, അഭിഷേക് M എന്നിവരെയാണ് കാണാതായത്. മാരാരിക്കുളം പോലീസ് അന്വേഷണം തുടങ്ങി.
MG സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വിഭജിക്കാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം. സിൻഡിക്കേറ്റിനെതിരെ വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്തെത്തി. ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് വിഭജനം എന്നാണ് സർവകലാശാല നൽകുന്ന വിശദീകരണം. നിലവിൽ സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് സയൻസ് എന്ന ഒറ്റ വിഭാഗമാണ് MG സർവകലാശാലയിലുള്ളത്. ഇത് വിഭജിക്കാനാണ് പുതിയ സർക്കുലർ സിൻഡിക്കേറ്റ് പുറത്തിറക്കിയത്. പുതിയ തീരുമാനപ്രകാരം ഡയറക്ടറേറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനും സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനും എന്നിങ്ങനെ 2 തട്ടിലാകും. 2 വിഭാഗത്തിനും പ്രത്യേകം ഡയറക്ടർമാരുണ്ടാകും. സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ അധ്യാപനവും ഗവേഷണവും, ഡയറക്ടറേറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ കായിക വികസനവുമാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. എന്നാൽ പരിഷ്കാരം പരിശീലനത്തിലടക്കം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോർട്സും ഫിസിക്കൽ എഡ്യൂക്കേഷനും തമ്മിലൊരു ബന്ധമില്ല, അതുകൊണ്ടാണ് ഇത് പിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ആസ് എ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുള്ളത്, അത് ഇങ്ങനെയാണ് PGക്ക് വരുന്നത്. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് പഠിപ്പിക്കുന്നത് സ്പോർട്സാണ്, അല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിൽ ഒരുപാട് തിരിമറികൾ നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. സമാനമായ രീതിയിൽ കണ്ണൂർ സർവകലാശാലയിലും ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. എന്നാൽ കണ്ണൂർ സർവകലാശാലയിൽ ഇത് പരാജയപ്പെട്ടുവെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇതിനു മുന്നേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു സംഭവം നടപ്പാക്കുകയുണ്ടായി. വളരെ തരത്തിൽ പൊട്ടിപ്പോവുകയാണ് ഉണ്ടായത്. പക്ഷെ അങ്ങനെ ഒരു കാര്യം ചിലരുടെ വ്യക്തി താല്പര്യം മൂലം മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരിക്കലും ഞങ്ങൾക്ക് ഇതൊന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇതിന് പോസിറ്റീവായിട്ടൊരു ഇത് കിട്ടുന്നവരെ ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യും. കായിക മേഖലയ്ക്ക് തന്നെ തിരിച്ചടിയാകുന്ന തീരുമാനമാണെന്നാണ് വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറയുന്നത്. സർവകലാശാലയിലെ കായിക അധ്യാപകരുടെ സംഘടനയും തീരുമാനത്തെ എതിർക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനം മികച്ചതാക്കാൻ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനമെടുത്തതെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. ഈ മേഖലയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്തവർ നടത്തുന്ന ഇത്തരം പരിഷ്കാരങ്ങൾക്ക് പിന്നിൽ സാമ്പത്തിക തട്ടിപ്പിനുള്ള ശ്രമമാണോ എന്ന സംശയവും വിദ്യാർത്ഥികൾ ഉയർത്തുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാവുകയാണ്.